ഹായ്. നമ്മളെന്ത് ചെയ്യുന്ന ഇപ്പോൾ പക്ഷികളെ തീമിൽ പക്ഷിയുടെ ഒരു ചിത്രം ടീച്ചർ പസിൽസ് നിങ്ങളടുത്ത് വെച്ചിട്ടുണ്ട്. അത് ടീച്ചർ അതിനെ മാറ്റി വെച്ചാൽ നിങ്ങൾ അതിനെ യോജിപ്പിക്കണം കേട്ടോ. ഒരു പക്ഷിയുടെ കഷ്ണങ്ങളല്ലേ അതിലുള്ളത്. ആ കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ അതിനെ യോജിപ്പിക്കണം. എല്ലാവരും നോക്കണം അങ്ങനെ യോജിപ്പിക്കുന്നേ. മൊയിനെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് യോജിപ്പിക്കും മൊയിനെ. ഓരോരോ കഷ്ണം മാറ്റി എടുത്ത് വെക്ക്. എന്നിട്ട് അതിൽ വെച്ച് കൊടുക്ക്. അതിൻ്റെ വാല് വെച്ച് കൊടുത്ത വാമിക എല്ലാം എടുക്കാലോ വാമിക. വാല് വെച്ച് കൊടുക്ക് മൊയിനെ. ബാല് എടുത്തു. ബാല് വെച്ച് കൊടുക്ക്. അതിൽ വെച്ച് കൊടുക്ക് മൊയിനെ. തായ വെക്ക്. എടുത്തെടുത്ത് വെച്ച നേരെ അത് വാല് വെച്ച് കൊടുക്ക്. അതിൻ്റെ ബാക്കി ഭാഗം വെച്ച് കൊടുത്തേ. പച്ച ഇപ്പുറത്തെ ഭാഗത്തല്ലേ ഉണ്ടായത്, ഇപ്പുറത്തെ ഭാഗത്തല്ലേ മൊയിനെ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. എന്നെ എൻ്റെ ബാലിന് മേലെ ഉണ്ടായ ചുവന്ന ഭാഗം അതെടുത്തിട്ട് ആ തണ്ട് പക്ഷിയുടെ നടുവിലൊരു തണ്ട് വെച്ചിട്ടില്ലേ, അത് വെച്ച് എടുത്തേ. നേരെ വെച്ച് കൊടുക്ക്. എല്ലാവരും നോക്കിയേ മൊയിന് വെക്കുന്നതൊന്ന് നോക്കിയേ. അങ്ങനെ വെച്ച് കൊടുക്കും മൊയിന്. അങ്ങനെ വെച്ച് കൊടുക്കടാ. ഇനി അതിൻ്റെ നിൽക്കും. അതിങ്ങനെ വെക്കറോ. ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ അല്ലേ. അങ്ങനെ കൈ കൂട്ടിക്കൂടാ. അങ്ങനെ കൈ അങ്ങനെ ഇറക്കി വെച്ചുകൂടാ. അതൊന്നു. ഇനി അതിൻ്റെ തണ്ട് ഭാഗം എടുത്തേ. ആ തണ്ട് ഭാഗം വെച്ച് കൊടുത്തേ. നേരെ വെച്ച് കൊടുത്തേ തണ്ട്. അങ്ങനെ വാമിക നടുന്നൊന്നും അങ്ങനെ വലിക്കല വാമിക. അങ്ങനെ വലിച്ചാൽ വെക്കാൻ പറ്റൂല. ഇനി അതിൻ്റെ വയർ ചിറകിൻ്റെ ഭാഗം അതെടുത്തു. മറ്റേ വയറിൻ്റെ ഭാഗം എടുത്തേ. ആ ഭാഗം അടിഭാഗം എടുത്തു. ഇനി നടുഭാഗം എടുത്തേ. നടുവിലൊന്നില്ലേ വാമിക. എന്തിനു വാമിക ഇറങ്ങിയേ? വാമിക നോക്കിയേ. വെച്ച് കൊടുക്കി. ജനക്ക് കാണുന്നുണ്ടാ? തസരീഫിനെ കാണുന്നുണ്ടാ? അയാനെ കാണുന്നുണ്ടാ? നിങ്ങളും വെക്കണം അങ്ങനെ. അതേപോലെ മീൻ വെച്ച പോലെ തന്നെ വെക്കണം. വാമിക പിരിക്കലാ. മീൻ വെച്ചുവാ. പേർ വെച്ച് കൊടുത്തോ. വെച്ച് കൊടുത്തു. ഇനി ചങ്ക് ഭാഗം വെക്കാടെ. ചങ്ക് ഭാഗം എടുത്താൽ തന്നെ വെക്കുക മീനെ. അതെങ്ങനെ വെക്കുന്നത് നോക്കട്ട്. വെച്ചേ. അങ്ങനെയല്ലേ ഉണ്ടായത്, മറ്റേ ഭാഗമല്ലേ ഉണ്ടായത്. അങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് അതാ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ കണ്ണിലെ ഭാഗം കൊക്കിലെ ഭാഗം വെച്ച് കൊടുക്ക്. കൊക്കിലെ ഭാഗം വെച്ച് കൊടുത്തു. ഇനി കണ്ണുണ്ടായ ഭാഗം അതിൻ്റെ കണ്ണിലെ ഭാഗം വെച്ച് കൊടുത്തേ. കണ്ണിലെ ഭാഗം വെച്ച് കൊടുത്തേ. മൊയിന് കിട്ടിയാ തലേരെ ഭാഗം. ഇനി അതിനെ കൊക്കിൻ്റെ ഭാഗം വെച്ച് കൊടുത്തേ. കൊക്ക് ഇവിടെ വെച്ച് കൊടുത്തേ. ഇവിടെ കൊക്ക് വെച്ച് കൊടുക്ക്. ഇവിടെ അല്ലേ കൊക്കുണ്ടായേ. കൊക്കടുണ്ടായേ. അവിടെ കൊക്ക് അതാ അങ്ങനെ വെച്ചു അമർത്തി കൊടുതാ. നല്ല അമർത്തണം. അത് കൊക്കിതിങ്ങനെ വെക്കണം. കൊക്കിതിങ്ങനെ അല്ലേ ഉണ്ടായേ. എങ്ങനെയുണ്ടായേ? ഇങ്ങനല്ലേ. അങ്ങനെ അപ്പം ഇവിടെ തന്നെ ഒരു ഭാഗം വെക്കാനുണ്ട്. ഇതാ ഇത് വെച്ച് കൊടുത്തേടാ. അത് വെച്ച് കൊടുത്തേ. അയില്ല. ഇപ്പം കംപ്ലീറ്റ് ആയില്ലേ? മൊയിന് വെച്ചത് എല്ലാവർക്കും മനസ്സിലായിനാ? നമുക്ക് എല്ലാവർക്കും ചെയ്തൂടെ അതേപോലെ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തേ? പസിൽസ് യോജിപ്പിച്ചതല്ലേ. പസിൽസ് നമ്മൾ യോജിപ്പിച്ചു. എല്ലാവരും ഒരു ക്ലാപ്പ് അടിച്ചേ എല്ലാവരും. വെരി ഗുഡ്. നല്ല ഭാങ്ങില്ലേ പസിൽസ് യോജിപ്പിക്ക്. നമുക്ക് നാളെയും ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ബൈ. സി യു.